അൻവറിനെ UDF അസോസിയേറ്റ് ഘടകകക്ഷിയായി എടുക്കാൻ നേതൃത്വമെടുത്ത തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു MLA. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ UDFിലേക്ക് ആരെ എടുക്കണം, പിന്നെ വ്യക്തികളെ ആരെ എടുക്കണം, അല്ലെങ്കിൽ പാർട്ടിയെ ഏത് തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ നേതാക്കന്മാരാണ്. അത് UDFിൻ്റെ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ആ UDF കമ്മിറ്റി തീരുമാനിക്കുന്നത്, എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നത് അംഗീകരിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് എനിക്കതിൽ വേറെ ഞാൻ അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അത് UDFയുടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട്. അല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നതല്ലല്ലോ, പാർട്ടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണല്ലോ ഒരു തീരുമാനമെടുക്കുക. അല്ല, പാർട്ടി ഒറ്റയടിക്കൊരു തീരുമാനം എടുക്കില്ലല്ലോ. പാർട്ടി എല്ലാ കാര്യങ്ങളും അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പാർട്ടി ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ എൻ്റെ പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പം ആ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട്. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അൻവർ ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇപ്പോൾ അസംബ്ലിയിലേക്ക് ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടന്നു, ഈ പറഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 2 തെരഞ്ഞെടുപ്പുകളിലും അൻവറിൻ്റെ സ്ഥാനാർത്ഥികളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആര് വരുന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ശക്തി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു വിജയം ഐക്യ ജനാധിപത്യ മുന്നണി ലഭിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എതിരാളിയില്ല, പ്രതിപക്ഷം 0 ആണ്. കോൺഗ്രസിൻ്റെ ഒരു റബൽ കാൻഡിഡേറ്റ് മാത്രമാണ് അവിടെയുള്ളത്. നിലമ്പൂർ നഗരസഭയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കാകെ 9 ലഭിച്ചതിൽ ഇപ്പോൾ ആകെയുള്ള 36-ൽ കേവലം 7 കൗൺസിലർമാർ മാത്രമാണ്. 36-ൽ 7 കൗൺസിലർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. മുഴുവൻ 7 പഞ്ചായത്തുകളും UDF വിജയിച്ചത് 1, 2, 10 ഭൂരിപക്ഷത്തിനല്ല, വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട്. അവിടെയൊക്കെ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേവലം 3-4 മെമ്പർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. മൂത്തേടം പഞ്ചായത്തിൽ 1 മെമ്പർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ്സിന് എൻ്റെ പിതാവുള്ള കാലത്ത് പോലും ഇത്ര ഒരു വലിയ വിജയം ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല വാസ്തവത്തിൽ. അങ്ങനെയുള്ളൊരു വിജയം UDFന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ UDFൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി UDFിലേക്ക് ആര് എടുക്കണം ആരെ എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, പാർട്ടിയാണ്. പാർട്ടിയുടെ കൂടെ ഉണ്ടാവും. പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകും. പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ ഇതുവരെയുള്ള നിലപാടെന്നും വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. TV അൻവറിന്റെ വരവ് നിലമ്പൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് അൻവർ ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ നടന്നത് എന്നായിരുന്നു MLAയുടെ മറുപടി. ആര് വന്നാലും പോയാലും നിലമ്പൂരിൽ ഇത്തവണയുണ്ടായത് ചരിത്ര വിജയമാണെന്നും ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.